ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നവരപ്പൊടിയുടെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോയുടെ പാക്കറ്റ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ലൂസായിട്ട് അങ്ങനെയും വാങ്ങിക്കാം. അതിനുശേഷം 2-3 വട്ടം കഴുകിയിട്ട് ഒരു 5-6 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെള്ളം വാർക്കാനായിട്ട് മാറ്റി വെക്കുക. അതുപോലത്തെ ഒരു അരിപ്പ പാത്രം യൂസ് ചെയ്യുക കേട്ടോ. കുതിർക്കാൻ വെച്ച പാത്രത്തിൽ നിന്ന് കൈകൊണ്ട് ഇങ്ങനെ കോരിയിട്ടാൽ മതി കേട്ടോ. ഏറ്റവും അടിയിൽ ചിലപ്പം ചെറുതായിട്ട് കല്ല് അല്ലെങ്കിൽ ചെറുതായിട്ട് വല്ല കച്ചറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും അടിയിലെത്തിക്കഴിഞ്ഞാൽ അത് എടുക്കണ്ട കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഈ പാത്രത്തിൽ വെക്കുക. അതിന് ശേഷം നമ്മൾ റൂമിൽ അല്ലെങ്കിൽ ഈ ടേബിളിൻ്റെ മേലെ ഇട്ട ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് അതിൽ നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് നവരരി പരത്തിയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഫാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഈ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം. പക്ഷെ ഒന്നുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത് പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു അരിപ്പുണ്ടല്ലോ, അതായിട്ട് അരിക്കാനാണ് കേട്ടോ ഒരു എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി എല്ലാതും പൊടിച്ചിട്ട് ഇതുപോലെ എല്ലാതും അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചെറിയൊരു ഭാഗം മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നവരരി ഒത്തിരി നല്ലതാണെന്ന് പറയുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവർ പല്ലിന് എല്ലിനൊക്കെ ബലം കിട്ടാൻ, അതേപോലെ തന്നെ അവരെ പ്രതിരോധ ശക്തിക്ക്, പിന്നെ രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്നും വരാതിരിക്കാൻ ഒക്കെ നമ്മുടെ നവരരി നല്ലതാണെന്നാണ് പറയുന്നത്. അരിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന തരി ഉണ്ടല്ലോ, അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മൊത്തം അരിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതൊന്നുകൂടി നന്നായി പൊടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. നവരപ്പൊടി കുട്ടികൾക്ക് 8 മാസം മുതൽ കൊടുത്തു തുടങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റോളം ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. 15 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുപ്പ് ഓഫാക്കി കഴിഞ്ഞാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നവരപ്പൊടി പൊടിച്ചെടുത്ത ടൈമിൽ ഒരുപാടുണ്ട് കേട്ടോ. അത് വറുത്ത് കഴിഞ്ഞപ്പോൾ അത് പകുതിയായി. നന്നായി ചൂടാറിയതിന് ശേഷം അതൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോയുടെ നവരപ്പൊടിയാണിത്. വറുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തു വെക്കുന്ന കാരണം ഒരുപാട് കാലം ഇത് ചീത്തയാവാതെ ഇരിക്കും കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി കൂടി കാണിക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഏത് പാത്രം വെച്ചാലും അതെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂണ് നിറയെ എടുക്കും കേട്ടോ. ഇനി നമ്മൾ ഈ പൊടിയുടെ കൂടെ നമ്മൾ ക്യാരറ്റ് വേവിച്ചിട്ടൊക്കെ ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് 2 ടീസ്പൂൺ നവരപ്പൊടി, അതിലേക്ക് ഒരു നുള്ള് കല്ലുപ്പാണെങ്കിൽ ഒരു ചെറിയ കല്ലുപ്പിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ് ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് അതിൽ ബാലൻസ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക.
വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പശു നെയ്യൊക്കെ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഇത്തിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് നെയ്യൊക്കെ കൊടുത്ത് തുടങ്ങാൻ തോന്നുന്നു. ഒരു 10th month ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കോഴിമുട്ട അതുപോലെ തന്നെ നെയ്യ് അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് തുടങ്ങാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്, ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് തിക്കായി കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ അത് ഒന്നുകൂടി തിക്കാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓഫാക്കുക, മുന്നേ തന്നെ ഓഫാക്കി കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ബിസ്ക്കറ്റ് അതേപോലെ തന്നെ സെർലാക്കൊന്നും കൊടുക്കരുതെന്നാണ് കേട്ടോ ഡോക്ടർമാരൊക്കെ പറയുന്നത്. അതിലൊന്നും കാര്യമായിട്ട് ഒരു ഗുണമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ യാത്രയിലൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിത് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് കുട്ടിക്ക് ഫുഡ് കൊടുക്കാറ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഒരു നേരം നമ്മൾ കുട്ടികൾക്ക് നവരപ്പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ല